ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ക്ലേ മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇത് വന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് കരുതിക്കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേപ്പർ, ക്ലേ, പിന്നെ നൂല്, പെയിൻറ്റ്, അത്രയൊക്കെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി നൂല് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഒരു 2-3 പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഈ ബോക്സ് പോലെ ആക്കി, അങ്ങനെ ചെറിയൊരു ബോക്സ് പോലെ ആക്കി. അങ്ങനെ ആ ബോക്സിൻ്റെ മേലെയാണ് ഞാൻ ഈ ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്, ഷേപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഷേപ്പ് ചെയ്ത് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഷേപ്പ് വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇതിനു മുന്നേ ഞാൻ ഗണേശൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗണേശൻ ഇങ്ങനെ വരുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതും ആ ഒരു രീതി തന്നെയായിരുന്നു. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആക്ച്വലി ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്താ പറയുക, ഇത് ഇങ്ങനെയായി. അവസാനം ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഒരു കോലത്തിലായിരുന്നു. യെസ്, അങ്ങനെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഞാനൊരു 3 ആഴ്ചയൊക്കെ എടുത്തു. ആ 3 ആഴ്ചയും ഞാൻ അതായത് ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലായിരുന്നു. ആക്ച്വലി കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ മെല്ലെ ഉണ്ടാക്കി, ഓരോ ദിവസം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് മെല്ലെ ഉണ്ടാക്കി വന്ന ഒരു ഈ സംഭവമാണിത്. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഇങ്ങനെയൊക്കെ ആയി വന്നു. ഈ മുഖത്തിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം പെയിൻ്റ് അടിച്ചിട്ടും ശരിയാവുന്നില്ലായിരുന്നു. പെയിൻറ്റ് ട്രൈ ചെയ്തപ്പോഴാണ് പിന്നീട് അത് ശരിയായിട്ട് വന്നത്. പിന്നീട് അത് എങ്ങനെയൊക്കെയോ കറക്റ്റായിട്ട് വന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അവസാനം ഏതൊക്കെയോ രീതിയിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ആർട്ട് എങ്ങനെയൊക്കെയോ അവസാനം ഒരുവിധം തെറ്റില്ലാതെ വന്നു. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. സോ അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്താ പറയുക, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് കുറച്ച് മിസ്റ്റേക്കുകളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതുപോലെ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കാൻ തോന്നുന്നു. അതെ, അത് എന്തായാലും അത് ഏതൊരു വിഷയമായാലും അത് അങ്ങനെയായിരിക്കും തോന്നുന്നു. ചില നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഇരിക്കില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, ബാക്കിയുള്ള യൂട്യൂബേഴ്സ് പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ കണ്ടിരുന്നതിന് വളരെ നന്ദി. നിങ്ങളുടെ ടൈം കുറച്ച് നേരം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. താങ്ക് യു.